നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. കൃഷി ഒരു സംസ്കാരമാണ്. അതുകൊണ്ടാണ് കൃഷിയെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. കാർഷിക വൃത്തിയിൽ പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് പൈറ്റുകളം കാലാപ്പള്ളിയിൽ ലീലാമ്മ ചേടത്തി. മക്കൾ ബിസിനസ്സുകളുമായി മുന്നേറുമ്പോൾ മാമലശ്ശേരി പുതുശ്ശേരി പാടത്ത് നാടൻ ജൈവ നെൽകൃഷിയുമായി 3.5 ഏക്കർ സ്ഥലത്ത് വിജയകരമായി വിളവെടുപ്പ് നടത്തുന്ന ഈ വന്ധ്യവയോധിക നേരം പോക്കിനായി തുടങ്ങിയ ആട്, പശു, കോഴി വളർത്തൽ പിന്നീട് ഫാമുകളായി പുരോഗമിച്ചപ്പോൾ വിഷരഹിത ഭക്ഷണം എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷി തുടങ്ങുകയായിരുന്നു ലീലാമ്മ ചേടത്തി. പാരമ്പര്യ നാട്ടറിവ് അനുഭവത്തിന്റെ കരുത്ത്, കാർഷിക വൃത്തിയോടുള്ള താല്പര്യം ഇവ ഒത്തുചേർന്ന് 3.5 ഏക്കർ വരുന്ന പാടത്ത് 5 ഇനത്തിൽപ്പെട്ട നെൽപ്പാടമായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. രാസവളങ്ങളോ കീടനാശിനികളോ ഒട്ടും ഉപയോഗിക്കാതെ തികച്ചും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിച്ചു വരുന്നത്. താൻ നട്ടുവളർത്തിയ പാടശേഖരത്തിൽ പുന്നെല്ല് വിളഞ്ഞപ്പോൾ കാണുമ്പോൾ ആത്മസംതൃപ്തിയോടെയാണ് കൃഷി ഒരു സംസ്കാരമാണെന്ന് പുതുതലമുറയോട് പറയാനുള്ള ആവേശവുമാണ് പുഞ്ചിരിക്കുന്ന ആ മുഖത്ത് തെളിയുന്നത്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ട് വിളവ് മോശമായിരുന്നു. 3.5 ഏക്കറിൽ 150 നെല്ലേ കിട്ടിയുള്ളൂ. ഈ വർഷം അറിയാമല്ലോ, 2.5 മാസമായുള്ളൂ. ശരിക്കും ജൈവ കൃഷിയായിട്ട് തന്നെയാണ്. ഒരു മരുന്നും അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വളം കോഴിക്കാഷ്ടവും പിന്നെ മണൽ കമ്പോസ്റ്റ് ഇട്ട് നട്ടു. എത്ര ഏക്കറുണ്ട്? 3.5 ഏക്കർ. ഇത്ര ദൂരം ഒരടുത്ത് വണ്ടി ഇറങ്ങാനുള്ള സൗകര്യത്തിനാണ് ഇത്ര ദൂരം വന്നത്. മറ്റേ അവിടെ അടുത്തുള്ള കിട്ടുമായിരുന്നു. അന്നേരം പാടത്തിന് നടുക്കാ കിട്ടണം. കാരണം ഇങ്ങോട്ട് വന്നത്. പണ്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അത് പിന്നെ കരഭൂമിയാക്കുമല്ലേ, അതിനകത്താണ് കമ്പനിയൊക്കെ വന്നേക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ആഗ്രഹം, പിന്നെ മോനതിനോട് നല്ല ആഗ്രഹം. പുതിയ തലമുറയ്ക്ക് ഈ കൃഷി കാര്യങ്ങളോട് വലിയ താല്പര്യങ്ങളുണ്ട്. അവർക്ക് നമുക്ക് എന്താ നമുക്ക് പറ്റിയ ഉപദേശം എന്താണ്? ജൈവ കൃഷി നല്ല കൃഷി ചെയ്താൽ നല്ല നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. വീട്ടിലേക്ക് അപ്പടി വേണ്ടായിരുന്നു. കുറച്ചുകൂടെ ഇരിപ്പുണ്ട്, അതൊന്നും കൊടുത്തൊന്നുമില്ല. രാവിലെ മുതല് ഇങ്ങനെ വീട്ടില് ആട്, പശു, കോഴി എല്ലാം ഉണ്ട്. പശുക്കളുണ്ട്. 4 പശുക്കളെ കറക്കുന്നുണ്ട്. പിന്നെ 3 പശുക്കൾ ചെനയുണ്ട്. പിന്നെ പുങ്ങന്നൂരിന്റെ 3-4 പശുക്കളുണ്ട്. അതൊക്കെ എല്ലാം നാടൻ തീറ്റ കൊടുത്ത് വളർക്കണം. ഒന്നും കാലിത്തീറ്റ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ. എല്ലാ ദിവസവും രാവിലെ പോകും. രാവിലെ ഞാൻ 8:30 പോരും. അതിന് പുറകെ പണിക്കാർ വരുള്ളൂ. പിന്നെ എല്ലാം കാണിച്ചു കൊടുത്ത് തീറ്റയും കുടിയൊക്കെ കൊടുത്തിട്ട് പറമ്പിലേക്ക് വിട്ടിട്ടേ തിരിച്ച് 12 മണിയാകും തിരിച്ച് വീട്ടിലേക്ക് എടുക്കുമ്പോൾ. പിള്ളേർക്ക് ആർക്കും ഇഷ്ടക്കുറവൊന്നുമില്ല ആർക്കും. പിന്നെ അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ വരെ. അത് പിള്ളേർക്ക് എല്ലാം താല്പര്യമാണ്. പക്ഷെ അവർക്ക് ഇതിനോട് ഒട്ടും നോക്കാനുള്ള സമയമൊന്നുമില്ല. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.